പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് ഭാരതം തിരിച്ചടി നൽകിയതിൽ ആഹ്ലാദം പങ്കിട്ട് ദേശസ്നേഹികൾ. പടക്കം പൊട്ടിച്ചും മധുരം പങ്കിട്ടുമാണ് ആഘോഷം പങ്കിട്ടത്. പാലക്കാട്ടെ കാഴ്ചകളാണ് കാണുന്നത്. പാലക്കാട് വലിയങ്ങാടി മേലാമുറി ഭാഗത്താണ് ആഘോഷ പ്രകടനം നടന്നത്. പിന്നെ കോടിയൊക്കെ ബാഗ് നിങ്ങൾക്ക് കാണില്ല. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, ഇങ്ങനെ ചെറിയ ചെറിയ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് ഭാരതത്തിന്റെ മുക്കിലും മൂലയിലും ഇതുപോലെ ആഹ്ലാദ പ്രകടനങ്ങൾ നടക്കുകയാണ്. എന്താണ് പാലക്കാട്ട് നിന്നുള്ള കാഴ്ചകൾ? തീർച്ചയായും ഭാരതം ഒട്ടുക്ക് വലിയ ആഘോഷ പരിപാടികൾ, വലിയ സന്തോഷം പങ്കുവെക്കുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പാലക്കാട് നഗരത്തിന്റെ ഹൃദയഭാഗത്താണ് ഇന്ന് ദേശസ്നേഹികൾ ഇത്തരത്തിൽ ആഹ്ലാദം പങ്കുവച്ചത്. നഗരത്തിലെ മേലാമുറി, അതുപോലെ വലിയങ്ങാടി എന്നീ പ്രദേശങ്ങളിലാണ് ദേശസ്നേഹികളായ വ്യക്തികൾ ത്രിവർണ പതാക ഏന്തിക്കൊണ്ട്, ഒപ്പം ഈ പാകിസ്ഥാനെ അവരുടെ പതാക കത്തിച്ചുകൊണ്ടും ഒപ്പം മധുരം വിതരണം ചെയ്തുകൊണ്ടും പടക്കം പൊട്ടിച്ചുമൊക്കെ വലിയ ആഹ്ലാദം അവർ പങ്കുവച്ചത്. ഭാരതത്തിന്റെ നടപടി, ഭാരത സൈന്യത്തിന്റെ നടപടി അത് വളരെ അനുയോജ്യമായ ഒന്നായിരുന്നു. അത് ഈ ഭാരതത്തിന്റെ മണ്ണിൽ കയറി വിനോദസഞ്ചാരികളായ ജനങ്ങൾക്ക് നേരെ ഉണ്ടായ, ഭാരതത്തിന്റെ ആത്മാവിനുണ്ടായ വലിയ മുറിവാണ്. ആ മുറിവ് അതിന് ഒരു മരുന്ന് നൽകുന്ന കാര്യം തന്നെയാണ്. ഇപ്പോൾ ഭാരതം കൃത്യമായി പാകിസ്ഥാനിലെ കൃത്യമായ തീവ്രവാദ ക്യാമ്പുകൾ കണ്ടെത്തി ആ തീവ്രവാദ ക്യാമ്പുകൾക്ക് നേരെ ഉണ്ടായ ഭാരതത്തിന്റെ തിരിച്ചടി അത് ഏറ്റവും അനുയോജ്യമായ ഒന്നാണ് എന്നുള്ളത് തന്നെയാണ് ജനങ്ങൾ ഓരോരുത്തരും പറയുന്നത്. ഏതായാലും ദേശസ്നേഹികളായ ഓരോരുത്തരും അതിൽ വലിയ അഭിമാനം കൊള്ളുന്നു. അവരെല്ലാം അതിനെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയാണ്. ഇന്ത്യൻ സൈന്യത്തിന്റെയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെയും ഈ നടപടി എന്നുള്ളത് തന്നെയാണ്. അതിൽ ആ ആഹ്ലാദമാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ ജനങ്ങൾ പങ്കുവയ്ക്കുന്നത് നമ്മൾ കാണുന്നത്. ഏതായാലും പാലക്കാട് നഗരത്തിൽ, കേരളത്തിൽ ഒരു ചിലപ്പോൾ ആദ്യം ഇത്തരം ഒരു പരിപാടി നടന്നത് പാലക്കാട് നഗരത്തിലായിരിക്കണം. ഇന്ന് അതിരാവിലെ തന്നെ പാലക്കാട് നഗരത്തിൽ ദേശസ്നേഹികളായ ആളുകൾ ഇത്തരം പരിപാടിയുമായിട്ട് അവർ രംഗത്ത് എത്തുകയായിരുന്നു. നഗരത്തിലെ മേലാമുറി വലിയങ്ങാടി ഭാഗത്താണ് മധുരം പങ്കിട്ടും പടക്കം പൊട്ടിച്ചുമൊക്കെ ആ ഭാരത സൈന്യത്തിന് പൂർണ്ണ പിന്തുണ. ശരി അരുൺ.